അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇദ്ദയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുന്നു. അത് ത്വലാഖ്, ഫസ്ഖ് പോലത്തെ കാരണങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടത് കൊണ്ടാകാം. ഏതായാലും ആ അവസരത്തിൽ അവൾക്ക് ഹൈളുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള അവളുടെ ഇദ്ദയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹുർറത്തായിട്ടുള്ള സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയെക്കുറിച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് അടിമ സ്ത്രീയെക്കുറിച്ച് പറയാം. അടിമ സ്ത്രീക്കാണ് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുന്നത് എങ്കിൽ അവൾ ഇദ്ദയിരിക്കേണ്ടത് ഈ സ്വതന്ത്ര സ്ത്രീയുടെ ഇദ്ദയുടെ പകുതി എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. വകമാ തഅതദു ഹുർറത്തുൻ ബിമാ ദുക്കിറ. ഇപ്പോൾ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ഒരു ഹുർറത്തായിട്ടുള്ള സ്ത്രീ, സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീ ഇദ്ദയിരിക്കുന്നത് പോലെ തഅതദു ഗൈറുഹാ ഐ ഗൈറുൽ ഹുർറത്തി. ഓക്കെ, ഹുർറത്ത് അല്ലാത്ത സ്ത്രീ, അതായത് അടിമ സ്ത്രീ ഇദ്ദയിരിക്കേണ്ടതാണ് ബിനിസ്ഫിൻ മിൻ ഇദ്ദത്തിൽ ഹുർറത്തി, ഒരു സ്വതന്ത്ര സ്ത്രീ ഇദ്ദയിരിക്കുന്നതിൽ നിന്നുള്ള പകുതി കൊണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഹുർറത്ത് എത്രയാണോ ഇദ്ദയിരിക്കേണ്ടത് അതിൻ്റെ പകുതി എന്നുള്ള രൂപത്തിൽ അടിമ സ്ത്രീകളാണെങ്കിൽ ഇദ്ദയിരിക്കേണ്ടത്. കാരണം ലി അന്നഹ അലൻ നിസ്ഫി, കാരണം അടിമ സ്ത്രീ എന്നുള്ളത് അലൻ നിസ്ഫി പകുതിയുടെ മേലിലാണ്. ഫി കസീരി മിനൽ അഹ്കാമി, ധാരാളം ഹുക്മുകളിൽ, അതായത് ശരീഅത്തിൻ്റെ ഹുക്മുകൾ എടുത്ത് പരിശോധിച്ചാൽ സ്വതന്ത്ര സ്ത്രീയുടെ പകുതി എന്നുള്ള രൂപത്തിലാണ് ധാരാളം ഹുക്മുകളിൽ അടിമ സ്ത്രീ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇദ്ദയിലും പരിഗണിക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ത്വലാഖ്, ഫസ്ഖ് പോലത്തെ കാരണങ്ങൾ കൊണ്ട് വേർപിരിയുന്ന സ്വതന്ത്ര സ്ത്രീയാണ് എങ്കിൽ, അവൾ സാധാരണഗതിയിൽ ഹൈള് ഉള്ളവളാണ് എങ്കിൽ 3 ഖുർഉകളാണ് അവൾ ഇദ്ദയിരിക്കേണ്ടത് എന്ന്. ഓക്കെ, എന്നാൽ അത്തരത്തിലുള്ള ഒരു അടിമ സ്ത്രീയാണെങ്കിൽ അതിൻ്റെ നേർപകുതിയായിട്ട് വരേണ്ടത് 1.5 ഖുർആയിരുന്നു, 1.5 തുഹറായിരുന്നു അല്ലേ. എന്നാൽ ഈ പകുതി തുഹർ എന്നുള്ളത് നമുക്കൊരിക്കലും ക്ലിപ്തമാക്കാൻ കഴിയുന്നതല്ല. കാരണം ആ ഒരു തുഹർ പൂർണ്ണമായാൽ മാത്രമേ, അടുത്ത ഒരു ഹൈള് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ, ആ തുഹർ ഇത്രത്തോളം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി ഇത്രയായിരുന്നുവെന്ന് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടിമ സ്ത്രീയാണ് എങ്കിൽ, അവൾക്ക് ഹൈള് പുറപ്പെടുന്നവളാണ് എങ്കിൽ അവൾ 2 ഖുർഉകളാണ്, 2 തുഹറുകളും പൂർണ്ണമായിട്ട് ഇദ്ദയിരിക്കണം. ഓക്കെ, അതാണ് ഇനി അടുത്തത്. വകുമ്മില തുഹറുസാനി, രണ്ടാമത്തെ തുഹർ പൂർത്തീകരിക്കപ്പെടേണ്ടതുമാണ്. ഇത് കാരണം ലാ യൽഹറു നിസ്ഫുഹു, അതിൻ്റെ പകുതി പ്രകടമാവുകയില്ല, ഇല്ലാ ബിളുഹൂരി കുല്ലിഹി, അത് പൂർണ്ണമായിട്ടും പ്രകടമാവുന്നത് കൊണ്ടല്ലാതെ. അപ്പോൾ ആ തുഹർ പൂർണ്ണമായി കഴിഞ്ഞാലേ അതിൻ്റെ പകുതി ഇത്രയായിരുന്നുവെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ തുഹർ പൂർണ്ണമാകുന്നതോടുകൂടെയേ ഈ അടിമ സ്ത്രീയുടെ ഇദ്ദ പൂർണ്ണമാകുന്നുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഫലാബുദ്ധ, അപ്പോൾ കൂടാതെ കഴിയുകയില്ല, അത്യാവശ്യമാണ്. മിനൽ ഇന്തിളാരി, കാത്തിരിക്കണം. ഇലാ അൻ യഊദദ്ദമു, ഇനി മൂന്നാമതായിട്ട് ആ ഹൈള് മടങ്ങി വരുന്നത് വരെ. അപ്പോൾ ഹൈളിൻ്റെ ചോര പിന്നീട് മടങ്ങി വന്നാലേ അവളുടെ ഖുർആൻ പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുവരെ അവൾ ഇദ്ദയിലായിട്ട് കാത്തിരിക്കണം എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇതുവരെ നമ്മൾ പറഞ്ഞ ഇദ്ദകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയാണ് എങ്കിൽ, അതായത് തൻ്റെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ആ ഭർത്താവ് തന്നെ ത്വലാഖ് ചൊല്ലി, എന്നാൽ ആ ഭർത്താവ് കാരണത്താൽ തന്നെ തനിക്ക് എന്തുണ്ട്, ഗർഭമുണ്ട്, ആ ഭർത്താവിൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റിലുണ്ട് എങ്കിൽ അതിനെ പ്രസവിക്കുന്നതോട് കൂടെ തന്നെ അവളുടെ ഇദ്ദ കഴിയുന്നതാണ്. ഓക്കെ, അതാണ് അടുത്തത്. വതഅതദ്ദാനി അയിൽ ഹുർറത്തു വൽ അമത്തു ലി വഫാത്തിൻ ഔ ഗൈരിഹ. ഓക്കെ, ഭർത്താവിൻ്റെ വഫാത്ത് മൂലമോ അല്ലാതെ ത്വലാഖ്, ഫസ്ഖ് പോലത്തെ കാരണങ്ങൾ കൊണ്ടോ ഹുർറത്തും അമത്തും ഇദ്ദ ഇരിക്കേണ്ടതാണ്. വ ഇൻ കാനത്താ തഹീളാനി, ഇവർ 2 പേരും ഹൈള് പുറപ്പെടുവിക്കുന്നവരാണെങ്കിലും ശരി അവർ ഇദ്ദയിരിക്കണം. ബി വലിഇ ഹംലിൻ. ഓക്കെ, അതായത് ഇലാ വലിഇ ഹംലിൻ എന്നാണ് അർത്ഥം, അതായത് അവളുടെ ഗർഭത്തെ പ്രസവിക്കുന്നത് വരെ. ഹമലത്താ ലി സ്വാഹിബിൽ ഇദ്ദത്തി, എന്നാൽ അവരത് ഗർഭം ചുമക്കുന്നത്, അവർ ഗർഭിണികളായിട്ടുള്ളത് ലി സ്വാഹിബിൽ ഇദ്ദത്തി, അവൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇദ്ദയിരിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, ഉദാഹരണത്തിന് ഒരു സ്ത്രീ ആ
സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോകുന്നു. അപ്പോൾ ആ ഭർത്താവുമായിട്ട് വതയിൽ ഏർപ്പെട്ടത് കാരണത്താൽ അവൾക്ക് ഹംലുണ്ടായിരുന്നു. അപ്പോൾ ആ ഹംലിനെ വല ചെയ്യലോട് കൂടെ തന്നെ ആ ഭർത്താവുമായിട്ടുള്ള ഇദ്ദ കഴിഞ്ഞു പോകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി സ്വാഹിബുൽ ഇദ്ദക്ക് അല്ലാതെയുള്ള ഹംലാണ് എങ്കിലോ, അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവൾ ഇദ്ദയിരിക്കുന്ന അവസരത്തിൽ അവൾ മറ്റൊരു സിനയിൽ ഏർപ്പെട്ടുവെന്നും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുവെന്നും കരുതുക. അങ്ങനെ ആ വ്യഭിചാരം മൂലം അവൾക്ക് ഹംലുണ്ടായി തീർന്നു എന്നാൽ അത് വല ചെയ്യുന്നത് വരെ അവളുടെ ഇദ്ദ ഉണ്ടാകുന്നതല്ല. മറിച്ച് അവൾ ആ ഭർത്താവിൻ്റെ ഇദ്ദയിലായിട്ട് എത്ര കാലമാണോ കഴിയേണ്ടത് അത്രയും കാലം തന്നെ അവൾ ഇദ്ദയിലിരിക്കണമെന്നർത്ഥം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ബിവലിഇ ഹംലിൻ ഹമലത്താലി സാഹിബിൽ ഇദ്ദത്തി, ആർക്ക് വേണ്ടിയാണോ അവൾ ഇദ്ദയിരിക്കുന്നത് അവർക്ക് തന്നെയുള്ള ഹംല് വല ചെയ്യലോട് കൂടെ അവളുടെ ഇദ്ദ തീരുന്നതാണ് എന്നർത്ഥം. ഇനി ആ ഹംല് എന്നുള്ളത് വലോ മുൽഗത്തൻ, അതൊരു ഇറച്ചി കഷ്ണമാണെങ്കിലും ശരി, അവൾ പ്രസവിക്കുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള കുഞ്ഞിനെയല്ല, മറിച്ചൊരു ഇറച്ചി കഷ്ണത്തെയാണെങ്കിലും ശരി, അതോടുകൂടെ അവളുടെ ഇദ്ദ കഴിയുന്നതാണ്. എന്നാൽ ആ ഇറച്ചി കഷ്ണം എങ്ങനെയുള്ളതാവണം? തതസവ്വറു, അതൊരു മനുഷ്യനായിട്ട് രൂപം പ്രാപിക്കുന്നതാണ്. ലൗ ബഖിയത്ത്, ആ ഇറച്ചി കഷ്ണം അവളുടെ ഗർഭപാത്രത്തിൽ തന്നെ ശേഷിക്കുകയാണ് എങ്കിൽ, അതായത് ഗർഭപാത്രത്തിൽ തന്നെ നിൽക്കുകയാണ് എങ്കിൽ പിന്നീട് അതൊരു കുഞ്ഞാകാനുള്ള സാധ്യതയാകും എന്നുള്ളത് വിധം അതൊരു ഇറച്ചി കഷ്ണമായിട്ടുണ്ട് എങ്കിൽ അത് വല ചെയ്യലോട് കൂടെ തന്നെ അവളുടെ ഇദ്ദ കഴിയുന്നതാണ്. ലാബി വലിയ അലഖത്തിൻ, ഓക്കെ, വെറും ചോരക്കഷ്ണം മാത്രം വല ചെയ്തത് കൊണ്ട്, ചോരപ്പിണ്ടം മാത്രം, രക്തപിണ്ഡം മാത്രം വല ചെയ്തത് കൊണ്ട്, പ്രസവിച്ചത് കൊണ്ട് അവളുടെ ഇദ്ദ തീരുന്നതല്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇതോടുകൂടെ ഹംല് കാരണത്താലും ഇദ്ദയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടാകേണ്ട, അതായത് അവൾ പ്രസവിക്കേണ്ട ഏറ്റവും ഷോർട്ട് പീരീഡ് എന്നുള്ളത് 6 മാസമാണ് എന്നും ഏറ്റവും മാക്സിമം പീരീഡ് എന്നുള്ളത് 4 വർഷമാണ് എന്ന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഫറഉൻ യൽഹഖു ദൽ ഇദ്ദത്തിൽ വലദു ഇലാ 4 സിനീന. യൽഹഖു ദൽ ഇദ്ദത്തി, ഇദ്ദ ഉടയ ആളോട് ചേർക്കപ്പെടുന്നതാണ്. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ ഇദ്ദ ഇരിക്കുന്നത്, അവളുടെ ഭർത്താവാകാം, അല്ലെങ്കിൽ അത് ശുബഹത്തിൻ്റെ ചെയ്തവനാകാം. ഓക്കെ, ഏതായാലും അവനുമായിട്ട് ചേർക്കപ്പെടുന്നതാണ് അൽ വലദു, അവൾ പ്രസവിക്കുന്ന കുഞ്ഞ്, ഇലാ 4 സിനീന, 4 വർഷം വരെ, മിൻ വഖ്തി ത്വലാഖിഹി, ആ ദൽ ഇദ്ദത്ത് ത്വലാഖ് ചൊല്ലിയത് മുതൽ. ഓക്കെ, അതായത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി എന്ന് കരുതുക. പിന്നീട് അവൾ മറ്റൊരു ഭർത്താവുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല, മറ്റൊരു ഭർത്താവ് വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. പിന്നീട് ഒരു 3 വർഷത്തിന് ശേഷം അവളൊരു കുഞ്ഞുമായിട്ട് വരികയാണ് എങ്കിൽ, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ ഈ ആദ്യമുണ്ടായിരുന്ന ഭർത്താവിൻ്റേതായിട്ടാണ് ആ കുഞ്ഞിനെ നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ ലാ ഇന്നത്തത് ബിഹി ബഅദ നിക്കാഹിൻ ലിഗൈരി ദിൽ ഇദ്ദത്തി, ഓക്കെ, ഇദ്ദ ഉടയ ആൾ അല്ലാത്ത ഒരാളോട് അവൾ നിക്കാഹ് ചെയ്തതിന് ശേഷം കൊണ്ടുവരുന്നതല്ല. ഓക്കെ, അതായത് ഒരാൾ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി അങ്ങനെ ഇദ്ദക്കൊക്കെ ശേഷം അവൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഭർത്താവുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ അവൾ കുറച്ച് കാലത്തിന് ശേഷം അവളൊരു കുഞ്ഞുമായിട്ട് വരികയാണ് എങ്കിൽ അത് ആരുടെ കുഞ്ഞായിട്ട് പരിഗണിക്കുന്നതല്ല, ഒന്നാമത്തെ ഭർത്താവിൻ്റേതായിട്ട് പരിഗണിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ലാ ഇന്നത്തത് ബിഹി ബഅദ നിക്കാഹിൻ ലിഗൈരി ദിൽ ഇദ്ദത്തി വ ഇംകാനിൻ ലി അൻ യകൂന മിൻഹു. എന്നാൽ ബഅദ നിക്കാഹിൻ എന്ന് നമ്മൾ പറഞ്ഞു, വ ഇംകാനിൻ ലി അൻ യകൂന മിൻഹു, ആ ഗൈറു ദിൽ ഇദ്ദത്തിൽ നിന്നും ആ കുഞ്ഞ് ആകാനുള്ള സാധ്യതയുണ്ടായതിനും ശേഷം. ഓക്കെ, അതായത് ഒന്നുകൂടെ നമ്മുടെ ഉദാഹരണം നോക്കാം. ഒരാൾ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നു, അതിനുശേഷം അവൾ മറ്റൊരു ഇദ്ദക്കൊക്കെ ശേഷം അവൾ മറ്റൊരാളുമായിട്ട് നിക്കാഹിൽ ഏർപ്പെടുന്നു, അങ്ങനെ വത്വയിൽ ഏർപ്പെടുന്നു. അങ്ങനെ വത്വയിൽ ഏർപ്പെട്ടിട്ട് നമുക്കറിയാം 6 മാസമെങ്കിലും കഴിഞ്ഞാലേ അവർക്ക് കുഞ്ഞുണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ 6 മാസത്തിനും ശേഷമാണ്, രണ്ടാമത്തെ വിവാഹത്തിനും രണ്ടാമത്തെ ആളുമായിട്ടുള്ള വത്വയിനും ശേഷം 6 മാസത്തിനും ശേഷമാണ് അവളൊരു കുഞ്ഞ് കൊണ്ടുവരുന്നത് എങ്കിൽ ആ കുഞ്ഞിനെ ഒന്നാമത്തെ ഭർത്താവിലേക്ക് ചേർത്താൻ സാധ്യമല്ല എന്നർത്ഥം. അതാണ് ബഅദ നിക്കാഹിൻ എന്നും പറഞ്ഞു. വ ഇംകാനിൻ ലി അൻ യകൂന മിൻഹു, എങ്ങനെയാണ് ആ ഇംകാൻ ഉണ്ടാകുന്നത്? ബി
ബിഅൻ അതത് ബിഹി ലിസിത്തത്തി അശ്ഹുരിൻ ബഅദ നിക്കാഹിഹി ആ ഗൈറു ദിൽ ഇദ്ദത്ത് എന്ന് പറയുന്ന വ്യക്തി നിക്കാഹ് ചെയ്തതിന് ശേഷം 6 മാസത്തിന് ശേഷമാണ് അവൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് എങ്കിലാണ് ആ ഇംകാൻ ഉണ്ടാകുന്നത്. അങ്ങനെ അവളൊരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അത് രണ്ടാമത്തെ ഭർത്താവിൻ്റെതായിട്ടാണ് നമ്മൾ ഗണിക്കുന്നത്. 6 മാസത്തിന് മുമ്പാണ് അവൾ കൊണ്ടുവരുന്നത് എങ്കിൽ അത് ഒന്നാമത്തെ ഭർത്താവിൻ്റെതായിട്ടാണ് നമ്മൾ ഗണിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ ഒരു സ്ത്രീയാണ് സത്യം ചെയ്യിക്കപ്പെടേണ്ടത്, അവളാണ് സത്യമാക്കപ്പെടേണ്ടത് എന്നുള്ള വിഷയമാണ്. ഒന്ന് നോക്കുക. വതുസദ്ദഖുൽ മർഅത്തു, ഒരു സ്ത്രീ സത്യമാക്കപ്പെടുന്നതാണ്, അതായത് അവൾ സത്യം ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് ഇനി വരുന്നുണ്ട്. ഫീ ദഅവൻ ഖിലാഇ ഇദ്ദത്തിൻ ബിഗൈരി അശ്ഹുരിൻ, അശ്ഹുർ കൊണ്ടല്ലാതെ ഇദ്ദ ഇരിക്കുന്നതാണ് എങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാദത്തിൽ ഒരു സ്ത്രീ സത്യമാക്കപ്പെടേണ്ടതാണ്. ഓക്കെ, അശ്ഹുർ കൊണ്ട്, അതായത് 4 മാസവും 10 ദിവസവും അല്ലെങ്കിൽ 3 മാസം എന്നൊക്കെയുള്ള അശ്ഹുർ കൊണ്ടാണ് എങ്കിൽ അവളെ സത്യമാക്കേണ്ടതില്ല, മറിച്ച് എത്ര കാലമായി എന്ന് നമുക്ക് തന്നെ നോക്കാവുന്നതാണ്. ഇനി അശ്ഹുർ അല്ല എങ്കിൽ, അതായത് അവളുടെ ഖുർഉമായിട്ട് ബന്ധപ്പെട്ട ഇദ്ദയാണ് എങ്കിൽ ആ വിഷയത്തിൽ അവളെ തന്നെയാണ് സത്യമാക്കപ്പെടേണ്ടത്. ഇൻ ഉംകിനു ഖിലാഉഹ, അത്തരത്തിലുള്ള ഒരു ഇദ്ദ കഴിയൽ സാധ്യമാണ് എങ്കിൽ. ഓക്കെ, അപ്പോൾ സാധ്യമാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഖുർഉകൾ എന്നുള്ളത് സ്വാഭാവികമായിട്ടും 3 ഖുർഉകൾ എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് 32 ദിവസമെങ്കിലും പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ 32 ദിവസവും കഴിയുന്നതിന് മുമ്പാണ് അവൾ വരുന്നത് എങ്കിൽ അവളുടെ ഇദ്ദ കഴിയാനുള്ള ഇംകാൻ അവിടെ ഇല്ല. അങ്ങനെ ഇംകാനുള്ള അവസരത്തിലാണ് അവൾ സത്യമാക്കപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞത്. വഇൻ ഖാലഫത ആദതഹ, ഇനി അത്തരത്തിലുള്ള ഒരു ഇദ്ദ അവളുടെ ആദത്തിനോട് മുഖാലിഫത്തായാലും ശരി, എന്ന് പറഞ്ഞാൽ അവൾക്ക് സാധാരണഗതിയിൽ ഇത്ര ദിവസം ഹൈള്, അതിനുശേഷം ഇത്ര ദിവസം തുഹുർ എന്നിങ്ങനെയാണ് വരാറുള്ളത്. അങ്ങനെയുള്ളവളുടെ ആദത്ത് പരിഗണിക്കുമ്പോൾ അവളുടെ ഇദ്ദ തീരാനായിട്ടില്ല എങ്കിലും ഇംകാൻ ഉണ്ട് എങ്കിൽ, അവളുടെ ഇദ്ദ കഴിയാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അവളെ സത്യമാക്കപ്പെടേണ്ടതാണ്. ഔ കദ്ദബഹ സൗജു, ഇനി അവളുടെ ഭർത്താവ് തക്ദീബ് നടത്തിയാലും, അവൾ പറഞ്ഞത് നുണയാണ് എന്ന് പറഞ്ഞാലും സ്ത്രീയാണ് നമ്മൾ സത്യമാക്കേണ്ടത്. കാരണം ഇത് യഅ്സുറു അലൈഹ ഇഖാമത്തുൽ ബയ്യിനത്തി ബിദാലിക, അങ്ങനെ ഖുർആൻ കൊണ്ട് എൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ ഒരു തെളിവ് കൊണ്ടുവരാൻ അവളുടെ മേൽ പ്രയാസമായിരിക്കും. കാരണം അവളുടെ ചോര നിന്നിട്ടുണ്ട് എന്നിത്യാദി വിഷയങ്ങൾക്കൊന്നും ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയുകയില്ലല്ലോ. വലി അന്നഹ മുഅ്തമിനത്തുൻ അലാ മാ ഫി റഹിമിഹ എന്നുള്ളതുപോലെ അവളുടെ ഗർഭപാത്രത്തിൽ എന്താണുള്ളത് എന്നുള്ള വിഷയത്തിൽ അവൾ സത്യസന്ധയാണ്, അതായത് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ വിശ്വസിക്കേണ്ടതുമാണ് എന്നുള്ളത് കൊണ്ടാണ് അവൾ സത്യമാക്കപ്പെടണം എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് വ ഇംകാനുൽ ഇൻഖിലാഇ ബിൽ വിലാദത്തി, ഇനി പ്രസവം കൊണ്ടാണ് ഇദ്ദ കഴിയുന്നത് എങ്കിൽ അതുകൊണ്ട് ആ ഇദ്ദ കഴിയാനുള്ള ഇംകാന് എന്ന് പറയുന്നത്, അതായത് അവൾക്ക് ഗർഭമുണ്ടായിരുന്നു, പിന്നീട് അവൾ ഇദ്ദ ഇരിക്കുകയാണ് എങ്കിൽ അവൾ പിന്നീട് വന്നിട്ട് പറയാണ് ഞാനതിനെ പ്രസവിച്ചിട്ടുണ്ട്, എൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇംകാനിൻ്റെ സമയം 6 അശ്ഹുരിൻ വലഹ്ലത്താനി, അതിന് 6 മാസവും 2 സെക്കൻഡുമാണ്. അതായത് ഇവർ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം, ഇവർ വത്വയിലേർപ്പെട്ടതിന് ശേഷം 2 സെക്കൻഡും 6 മാസവും കഴിഞ്ഞിട്ട് അവൾ വന്ന് പറയുകയാണ് എൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഇംകാനിൻ്റെ സമയമാണ്. അവളെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സത്യമാക്കാവുന്നതാണ്. ഇനി വബിൽ അഖറാഇലി ഹുറത്തിൻ തുല്യഖത്ത് ഫീ തുഹ്റിൻ, ഇനി ഒരു തുഹറിൽ ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു ഹുറത്തിനെ സംബന്ധിച്ചിടത്തോളം അഖറാ കൊണ്ടുള്ള, അതായത് ഖുർആൻ കൊണ്ടുള്ള എന്താണ് എങ്കിൽ ഇദ്ദയാണ് എങ്കിൽ അതിൻ്റെ ഇംകാൻ ആയിട്ടുള്ള സമയം 32 യൗമൻ വലഹ്ലത്താനി. ഓക്കെ, 32 ദിവസവും 2 സെക്കൻഡുകളുമാണ്. ഓക്കെ, അപ്പോൾ അവളെ ത്വലാഖ് ചൊല്ലിയതിന് ശേഷം, അവളെ ത്വലാഖ് ചൊല്ലിയത് അവൾ ത്വാഹിറായിരിക്കുന്ന, അവൾക്ക് ഹൈള് പുറപ്പെടാത്ത അവസരത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ അവളുടെ ഇദ്ദ കഴിയാനുള്ള ഏറ്റവും മിനിമം സമയം എന്നുള്ളത് 32 ദിവസങ്ങളും 2 സെക്കൻഡുകളുമാണ്. ഓക്കെ, ഇനി വഫി ഹൈളിൻ, ഇനി അവൾ ഹൈളിലായിരിക്കെയാണ് ത്വലാഖ് ചൊല്ലപ്പെട്ടത് എങ്കിൽ അപ്പോൾ അവളുടെ ഇംകാനായിട്ടുള്ള സമയം, ഇദ്ദ കഴിയാൻ സാധ്യതയായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സമയം 47 യൗമൻ വലഹ്ലത്തുൻ. ഓക്കെ, 47 ദിവസവും 1 സെക്കൻഡുമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വന്നിട്ട് എന്ത് പറയുന്നത്, എൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ അവളെ സത്യമാക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഈ സത്യമാക്കപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവളെ കൊണ്ട് സത്യം ചെയ്യിക്കണമെന്ന്. അതാണ് ഇനി അടുത്തത് ഫായിദത്തുൻ യംബഗി തഹ്ലീഫുൽ മർഅത്തി അലാ ഇൻഖിലാഇൽ
ഇദ്ദത്തി, ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ മർഅത്തിനെ, ആ സ്ത്രീയെ സത്യം ചെയ്യിക്കൽ അത്യാവശ്യമാണ്. അവൾ സത്യം ചെയ്ത് പറഞ്ഞാലേ അവൾ നമ്മൾ സത്യമാക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരാളുമായിട്ട് ഇവൾ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൾ വന്ന് ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ഇനി അവൾ ആദ്യമായിട്ട് എന്ത് പറഞ്ഞിരുന്നു? ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അവൾ എന്തും ചെയ്തുവെന്ന് സങ്കല്പിക്കുക, മറ്റൊരാളുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ടുവെന്നും സങ്കല്പിക്കുക. പിന്നീട് അവൾ വന്നിട്ട് പറയുകയാണെന്ത്, ഞാൻ ഈ രണ്ടാമത്തെ ഭർത്താവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഇദ്ദ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം തന്നെ ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവളുടെ ആ വാദം സ്വീകരിക്കപ്പെടുന്നതല്ല. ഓക്കെ, ഒന്ന് നോക്കാം. വലാ യുഖ്ബലു ദഅവാഹ അയിൽ മർഅത്തി, ഒരു സ്ത്രീയുടെ വാദം സ്വീകരിക്കപ്പെടുന്നതല്ല, പരിഗണിക്കപ്പെടുന്നതല്ല. എന്താണ് അവളുടെ വാദം? അദമൻ ഖിലാഇഹ അയിൽ ഇദ്ദത്തി, ഇദ്ദ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം അവൾ വാദിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. ബഅദ തസവ്വുജിൽ ആഖറ, മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഒരു ആദ്യ ഭർത്താവ് അവളെ ത്വലാഖ് ചൊല്ലി, പിന്നീട് അവൾ മറ്റൊരു ഭർത്താവുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ടു. അതിനൊക്കെ ശേഷം അവൾ വന്നിട്ട് പറയുകയാണെന്ത്, എൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള നിക്കാഹ് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവളുടെ ആ വാദം സ്വീകരിക്കപ്പെടുന്നതല്ല. കാരണം ലി അന്ന റിളാഹ ബിൻ നിക്കാഹി, കാരണം രണ്ടാമത്തെ നിക്കാഹ് കൊണ്ടുള്ള അവളുടെ തൃപ്തി യതളമ്മനുൽ ഇഅ്തിറാഫ ബിൻ ഖിലാഇൽ ഇദ്ദത്തി, അത് ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവൾ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മേൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, യതളമ്മനു, ആ റിള ഉൾക്കൊള്ളുന്നു അൽ ഇഅ്തിറാഫ ബിൻ ഖിലാഇൽ ഇദ്ദത്തി, ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സമ്മതത്തെ ഉൾക്കൊള്ളുന്നുവെന്നർത്ഥം. കാരണം ഇദ്ദ കഴിഞ്ഞാലല്ലേ അവൾ മറ്റൊരാളുമായിട്ട് വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്നവൾ സമ്മതിക്കുന്നത് പോലെയാണ് അവൾ ആ നിക്കാഹിന് അനുമതി നൽകുക എന്നുള്ളത്. ഓക്കെ, ഇനി ഫലവിദ്ദഅത ബഅദ ത്വലാഖി അദ്ദുഖൂല ഫഅൻകറ സുദ്ദിഖ ബിയമീനിഹി. ഇനി ഒന്ന് നോക്കുക, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചിട്ട് അവർ തമ്മിൽ ദുഖൂലുണ്ടാകുന്നതിന് മുമ്പ് തന്നെ, വത്ത് നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ വേർപിരിയുകയാണ് എങ്കിൽ ഈ ഭർത്താവ് ഭാര്യയ്ക്ക് പകുതി മഹർ മാത്രം നൽകിയാൽ മതി, മുഴുവൻ മഹറും നൽകേണ്ടതില്ല. ഓക്കെ, ഇനി അവർ വത്ത് ചെയ്തതിന് ശേഷമാണ് വേർപിരിയുന്നത് എങ്കിൽ മുഴുവൻ മഹറും നൽകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ത്വലാഖ് ചൊല്ലി അവർ തമ്മിൽ ബന്ധം വേർപ്പെട്ടു. അതിനുശേഷം ഭാര്യ പറയാണ് എന്ത്, ഞങ്ങൾ തമ്മിൽ ദുഖൂൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മുഴുവൻ മഹറും വേണമെന്ന്. എന്നാൽ ഭർത്താവ് പറയാണ് ഇല്ല, ഞങ്ങൾ തമ്മിൽ വത്ത് നടന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ ത്വലാഖ് നടന്നിട്ടുണ്ട് എന്ന് ഭർത്താവും പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ സത്യമാക്കേണ്ടത് ഭർത്താവിനെയാണ്. കാരണം ഏതൊരു വിഷയവും ഉണ്ട് ഇല്ല എന്നുള്ള ഒരു കാര്യത്തിൻ്റെ മേൽ തർക്കമുണ്ടായാൽ അവിടെ അസ്ൽ ഇല്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ വത്ത് നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അതേ വാദമുള്ള ഭർത്താവിനെയാണ് നമ്മൾ സത്യമാക്കേണ്ടത്. ഒന്ന് നോക്കുക, ഫലവിദ്ദഅത ബഅദ ത്വലാഖി, ത്വലാഖ് നടന്നതിന് ശേഷം ഒരു സ്ത്രീ വാദിക്കുകയാണെങ്കിൽ അദ്ദുഖൂല, ഓക്കെ, അവർ തമ്മിൽ ദുഖൂൽ നടന്നിട്ടുണ്ട്, വത്ത് നടന്നിട്ടുണ്ട് എന്ന്. ഫഅൻകറ, എന്നാൽ ഭർത്താവ് അത് നിഷേധിക്കുകയും ചെയ്താൽ സുദ്ദിഖ ബിയമീനിഹി, അവനെ സത്യം ചെയ്യിക്കൽ കൊണ്ട് അവൻ സത്യമാക്കപ്പെടേണ്ടതാണ്. കാരണം ലിഅന്നൽ അസ്ല അദ്മുഹു, ആ ദുഖൂൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ അസ്ലായിട്ടുള്ളത്. എന്നാൽ അവൾ പറയുന്നത് എന്താ? ദുഖൂൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പോൾ അവളുടെ ആ വാദത്തെ അവൾക്കെതിരെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുഖൂൽ നടന്നാൽ അവൾ ഇദ്ദയിലിരിക്കണം, അതുകൊണ്ട് തന്നെ അവൾ ഇദ്ദയിരിക്കേണ്ടതാണ് അവളുടെ വാദമനുസരിച്ച്. ഓക്കെ, വഅലൈഹ, ആ സ്ത്രീയുടെ മേൽ നിർബന്ധമാണ് അൽ ഇദ്ദത്തു, ഇദ്ദയിരിക്കൽ നിർബന്ധമാണ്. മുആഖദതൻ ലഹാ ബിഇഖ്റാറിഹ, അവളുടെ ഈ ഇഖ്റാർ കൊണ്ട് അവർ തമ്മിൽ ദുഖൂൽ നടന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ചല്ലോ, ആ സമ്മതം കൊണ്ട് അവളെ തന്നെ ശിക്ഷിച്ചത് കാരണത്താൽ എന്നർത്ഥം. കാരണം അവൾ മഹർ മുഴുവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എങ്കിലും അത് ദുഖൂൽ നടന്നിട്ടുണ്ട് എന്നതാണ് അവളുടെ ഇഖ്റാർ എന്നതിനാൽ അത് കാരണത്താൽ അവൾ ഇദ്ദയിരിക്കേണ്ടതുമാണ്. ഓക്കെ, ഇനി വഇൻ റജഅത് വകദബത് നഫ്സഹ ഫീ ദഅവ ദുഖൂലി, അവൾ ഇദ്ദയിരിക്കേണ്ടതാണ്. അവൾ ഇനി ആ ഒരു വാദത്തിൽ നിന്ന് മടങ്ങിയാലും ശരി, വഇൻ റജഅത്, അവൾ മടങ്ങിയാലും ശരി, വകദബത് നഫ്സഹ, സ്വന്തം നഫ്സിനെ അവൾ കളവാക്കിയാലും ശരി, ഫീ ദഅവ ദുഖൂലി, ഞാൻ ദുഖൂൽ നടന്നിട്ടുണ്ട് എന്ന് വാദിച്ചത് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നുവെന്ന് പിന്നീട് അവൾ മറങ്ങി പറഞ്ഞാലും ശരി, അവൾ ഇദ്ദയിരിക്കേണ്ടതാണ്. കാരണം ലിഅന്നൽ ഇൻകാറ ബഅദൽ ഇഖ്റാറി ഗൈറു മഖ്ബൂലിൻ, ഒരു ഇഖ്റാറിന് ശേഷം നടന്നിട്ടുള്ള നിഷേധം അതൊരിക്കലും സ്വീകരിക്കാവതല്ല. അതുകൊണ്ട് തന്നെ അവൾ എന്തായാലും ഇദ്ദയിരിക്കണം എന്നർത്ഥം.
ഇനി അടുത്ത ഫർഇലേക്ക് കടക്കാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ത്വലാഖ് ചൊല്ലി വേർപിരിയുന്നു. റജഇയ്യത്തായിട്ടുള്ള ത്വലാഖായിരുന്നുവെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ആ ഭാര്യ ഇദ്ദയിരിക്കുന്നു. അങ്ങനെ ഇദ്ദയ്ക്ക് ശേഷം മറ്റൊരു ഭർത്താവുമായിട്ട് നിക്കാഹിൽ ഏർപ്പെടുന്നു. ഈ അവസരത്തിൽ അവളുടെ ഒന്നാമത്തെ ഭർത്താവ് എന്നിട്ട് പറയാണ്, നീ ഇദ്ദയിരിക്കുന്ന സമയത്തു തന്നെ ഞാൻ നിന്നെ റുജൂ ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ മടക്കിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ ഇപ്പോഴും എൻ്റെ ഭാര്യയാണ്, നിങ്ങളുടെ ഈ ബന്ധം ശരിയായിട്ടില്ല എന്ന് ആദ്യ ഭർത്താവ് എന്ന് പറയുകയാണ് എങ്കിലുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഓക്കെ, ഈ അവസരത്തിൽ ഈ ഒന്നാമത്തെ ഭർത്താവ് ബയ്യിനത്ത് കൊണ്ടുവരുന്നു. അതായത് ഞാൻ അവളെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ 2 സാക്ഷികളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇസ്ലാം പരിഗണിക്കുന്ന മറ്റെന്തെങ്കിലും ബയ്യിനത്ത് കൊണ്ടുവരുന്നു. അല്ല എങ്കിൽ അവിടെയുള്ള രണ്ടാം ഭർത്താവും ഭാര്യയും സമ്മതിക്കുന്നു. എന്ത്? അവൻ ഇദ്ദയുടെ സമയത്ത് തന്നെ അവളെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് അവർ 2 പേരും സമ്മതിക്കുന്നു. ഈ 2 അവസരത്തിലും ആ ഭാര്യ ഈ ഒന്നാമത്തെ ഭർത്താവിന് തന്നെയുള്ളതാണ്. അതായത് ഒന്നാമത്തെ ഭർത്താവിൻ്റെ ഭാര്യ തന്നെയാണ്. അവളെ സ്വന്തം വീട്ടിലേക്ക് ഒന്നാമത്തെ ഭർത്താവ് തിരിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ഓക്കെ, എന്നാൽ ഈ രണ്ടാമത്തെ ഭർത്താവും അവളും തമ്മിൽ വത്ഇൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ രണ്ടാമത്തെ ഭർത്താവ് അവൾക്ക് മഹ്റു മിസ്ലു നൽകേണ്ടതുമാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഫർഉൻ ലവിൻ ഖലത്ത് ഇദ്ദത്തു റജഇയ്യത്തി, ഒരു റജഇയ്യത്തായിട്ടുള്ള സ്ത്രീയുടെ ഇദ്ദ കഴിഞ്ഞാൽ, സുമ്മ നകഹത്ത് ആഖറ, പിന്നീട് അവൾ മറ്റൊരു ഭർത്താവുമായിട്ട് നിക്കാഹിൽ ഏർപ്പെടുകയും ചെയ്തു. ആ അവസരത്തിൽ ഫദ്ദഅ മുത്തല്ലഖുഹ, അപ്പോൾ അവളെ ത്വലാഖ് ചൊല്ലിയിട്ടുള്ള ഒന്നാമത്തെ ഭർത്താവ് വാദിച്ചു, അലൈഹ, അവൾക്കെതിരായിട്ടോ, ഔ അല സൗജി സാനി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഭർത്താവിനെതിരായിട്ടോ, അതായത് നിങ്ങളുടെ നിക്കാഹ് ശരിയായിട്ടില്ല എന്നുള്ള രൂപത്തിൽ ഒന്നാമത്തെ ഭർത്താവ് ഈ രണ്ടാമത്തെ ഭർത്താവിനോട് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോടോ പറഞ്ഞു. എന്താണ് അവൻ വാദിക്കുന്നത്? റജഅത്തൻ, അവൻ ആ സ്ത്രീയെ മടക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയം. ഖബല ഖിളാഇൽ ഇദ്ദത്തി, അവളുടെ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അവൾ ഇദ്ദയിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അവളെ തിരിച്ചെടുക്കാമായിരുന്നു, ഞാൻ അവളെ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ നിക്കാഹ് ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ, ഇനി ഫഅസ്ബത ദാലിക ബിബയ്യിനത്തിൻ, ഇനി ആ ഒരു വിഷയത്തെ ഇവൻ ബയ്യിനത്ത് വെച്ചിട്ട് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഔ ലം യുസ്ബിത്, അല്ലെങ്കിൽ അവൻ സ്ഥിരപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ലാക്കിൻ അഖറ, പക്ഷേ ആ ഭാര്യയും രണ്ടാമത്തെ ഭർത്താവും അങ്ങനെ റജഅത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഇഖ്റാർ നടത്തി. ഐ അസ്സൗജത്തു വസ്സാനി. ഓക്കെ, അതായത് സൗജത്തു വസാനി, ഭാര്യയും രണ്ടാമത്തെ ഭർത്താവും, ലഹു, ആ ഒന്നാമത്തെ ഭർത്താവിന്, ബിഹി, ആ റുജൂ കൊണ്ട്, അതായത് ഒന്നാമത്തെ ഭർത്താവ് അവളെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയം ആ ഭാര്യയും രണ്ടാമത്തെ ഭർത്താവും അവന് വേണ്ടിയിട്ട് സമ്മതിക്കുകയും ചെയ്താൽ, അഖദഹ, ഒന്നാമത്തെ ഭർത്താവ് അവളെ എടുക്കേണ്ടതാണ്, അവൻ്റെ ഭാര്യയായിട്ടാണ് ഇനി ആ സ്ത്രീ മാറുന്നത് എന്നർത്ഥം. കാരണം ലി അന്നഹു ഖദ് സബത ബിൽ ബയ്യിനത്തി അവിൽ ഇഖ്റാറി, കാരണം ബയ്യിനത്ത് കൊണ്ടോ, അതായത് ഈ ആദ്യ ഭർത്താവ് കൊണ്ടുവന്ന ബയ്യിനത്ത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു 2 പേരുടെ ഇഖ്റാറ് കൊണ്ടോ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. എന്ത് കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു? മാ യസ്തൽസിമു ഫസാദൻ നിക്കാഹി, രണ്ടാമത്തെ നിക്കാഹ് ഫാസിദാണ് എന്നുള്ള കാര്യം നിർബന്ധമാക്കുന്ന വസ്തു എന്നർത്ഥം. അതായത് ഇവൻ ബയ്യിനത്ത് കൊണ്ടുവരലോടുകൂടെ അല്ലെങ്കിൽ ആ ഭാര്യയും രണ്ടാം ഭർത്താവും സമ്മതിക്കലോടുകൂടെ എന്ത് വ്യക്തമായി? ഇവൻ ഈ ഒന്നാമത്തെ ഭർത്താവ് അവളെ തിരിച്ചെടുത്തിരുന്നു, അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് നടന്നിട്ടുള്ള നിക്കാഹ് ശരിയായിട്ടില്ല എന്നുള്ള കാര്യം. ഓക്കെ, ഇനി വലഹ അലൈഹി, ഈ ഭാര്യക്ക് അവകാശപ്പെട്ടതാണ് അലൈഹി, ആ രണ്ടാം ഭർത്താവിൻ്റെ മേൽ, അതായത് രണ്ടാം ഭർത്താവ് അവൾക്ക് നൽകേണ്ടതാണ് ബിൽ വത്ഇ കൊണ്ട്, അതായത് രണ്ടാം ഭർത്താവ് അവളെ വത്ഇ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹ്റുൽ മിസ്ലി, ആ ഭർത്താവ് ഇവൾക്ക് മഹ്റുൽ മിസ്ലി നൽകേണ്ടതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഭാര്യയും രണ്ടാം ഭർത്താവും സമ്മതിക്കുന്ന ഒരു അവസരമായിരുന്നല്ലേ. ഇനി ഫലു അങ്കറ സാനി അറജാത്ത, രണ്ടാമത്തെ ഭർത്താവ് ആ റജാത്തിനെ നിഷേധിക്കുന്നു, അതായത് ഒന്നാം ഭർത്താവ് തിരിച്ചെടുത്തിട്ടില്ല എന്നാണ് രണ്ടാം ഭർത്താവ് പറയുന്നത് എങ്കിൽ, സുദ്ദിഖ ബിയമീനിഹി, അവനെ സത്യം ചെയ്യിക്കൽ കൊണ്ട് സത്യമാക്കപ്പെടേണ്ടതാണ്, ഫി ഇൻകാരിഹി, അവൻ്റെ ഇൻകാറിൽ എന്നർത്ഥം. കാരണം ലി അന്നൻ നിക്കാഹ വഖഅ സ്വഹീഹൻ, കാരണം അവനുമായിട്ടുള്ള, അതായത് രണ്ടാം ഭർത്താവുമായിട്ടുള്ള ആ സ്ത്രീ നിക്കാഹ് സ്വഹീഹായിട്ട് തന്നെയാണ് നടന്നത്. വൽ അസ്ലു അദമു റജഅത്തി, പിന്നീട് ഒന്നാം ഭർത്താവ് റജഅത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ അസ്ലായിട്ടുള്ള കാര്യം അവൻ മടക്കിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതേ വാദമുള്ള രണ്ടാം ഭർത്താവ് സത്യമാക്കപ്പെടുന്നത് എന്നർത്ഥം. ഓക്കെ,
ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഔ അഖറത്ത് ഹിയ ദൂനസാനി, ഇനി ആ ഭാര്യ സമ്മതിക്കുന്നു അവളുടെ ഇദ്ദയുടെ അവസരത്തിൽ തന്നെ ഒന്നാം ഭർത്താവ് തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന്, എന്നാൽ ദൂനസാനി രണ്ടാം ഭർത്താവ് അത് സമ്മതിക്കുന്നില്ല എങ്കിൽ, അതായത് രണ്ടാം ഭർത്താവ് പറയുന്നത് എന്താ, ഒന്നാം ഭർത്താവ് തിരിച്ചെടുത്തിട്ടില്ല എന്നാണെങ്കിൽ ഫലാ യഖുദുഹ, ആ അവസരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നാം ഭർത്താവ് അവളെ പിടിക്കാൻ പാടില്ല. കാരണം ലി തഅല്ലുഖി ഹഖ്ഖി സാനി, രണ്ടാമത്തെ ആളുടെ അവകാശം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ടാം ഭർത്താവ് ആ ഭാര്യയെ നിക്കാഹ് ചെയ്യുന്നതോടുകൂടെ ആ ഭാര്യയുടെ മേൽ അവൻ്റെ ഹക്ക് കൂടി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാര്യ മാത്രം സമ്മതിച്ചത് കൊണ്ട് അവളെ പിടിച്ചു കൊണ്ടുപോകാൻ ഒന്നാമത്തെ ഭർത്താവിന് സാധ്യമല്ല. ഏതുവരെ, ഹത്താ തബീന മിനസ്സാനി, രണ്ടാം ഭർത്താവിൽ നിന്നും അവൾ ബായിനായിത്തീരുന്നത് വരെ. ഇനി രണ്ടാം ഭർത്താവ് അവളെ ത്വലാഖ് ചൊല്ലി അങ്ങനെ അവൾ ഇദ്ദയിലിരിക്കുന്നൊക്കെ കഴിയുകയാണെങ്കിൽ ഒന്നാം ഭർത്താവിനെ അവളെ പിടിക്കാവുന്നതാണ്. കാരണം ഇത് ലാ യുഖ്ബലു ഇഖ്റാറുഹ അലൈഹി ബിർറജഅത്തി മാ ദാമത് ഫി ഉസ്മതിഹി, ഇത് കാരണം ലാ യുഖ്ബലു ഇഖ്റാറുഹ, ആ സ്ത്രീയുടെ ഇഖ്റാർ സ്വീകരിക്കപ്പെടുന്നതല്ല, അലൈഹി ആ രണ്ടാം ഭർത്താവിനെതിരായിട്ടുള്ള ബിർറജഅത്തി, ഒന്നാം ഭർത്താവ് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള വാദം കൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ റജഅത്ത് കൊണ്ട് അവൾ ഇഖ്റാർ നടത്തി എന്ന് വെച്ച് രണ്ടാം ഭർത്താവിൻ്റെ മേൽ ആ ഇഖ്റാർ സ്വീകരിക്കപ്പെടുന്നതല്ല. മാ ദാമത് ഫി ഉസ്മതിഹി, അവൾ ആ രണ്ടാം ഭർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്ന, ആ രണ്ടാം ഭർത്താവിൻ്റെ ഭാര്യയായിരിക്കുന്ന കാലത്തോളം. കാരണം തഅല്ലുഖി ഹഖ്ഖിഹി ബിഹ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം ഭർത്താവിൻ്റെ ഹക്ക് അവളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അമ്മ ഇതാ ബാനത്ത് മിൻഹു, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാം ഭർത്താവിൽ നിന്ന് ബായിനാകുന്നത് വരെ ഒന്നാം ഭർത്താവളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അമ്മ ഇതാ ബാനത്ത് മിൻഹു, ഇനി രണ്ടാം ഭർത്താവിൽ നിന്നും ആ സ്ത്രീ ബായിനത്തായി പോവുകയാണെങ്കിലോ ഫതുസല്ലമുലിൽ അവ്വലി, അപ്പോൾ അവൾ ഒന്നാം ഭർത്താവിലേക്ക് ഏൽപ്പിക്കപ്പെടേണ്ടതാണ്. ബിലാ അഖദിൻ, ഒരു അഖദിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ. അതായത് രണ്ടാം ഭർത്താവിൽ നിന്നും അവൾ ബായിനായാൽ പിന്നീട് അവൾ ഒന്നാം ഭർത്താവിൻ്റെതാവുക എന്നുള്ളത് അവരെ രണ്ടുപേരെയും മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ആ ഒന്നാം ഭർത്താവിനെയും ഈ സ്ത്രീയെയും മാത്രം ബാധിക്കുന്ന വിഷയമാണ്. അവർ രണ്ടുപേരും അങ്ങനെ റുജൂ നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഒരു അഖ്ദുമില്ലാതെ തന്നെ ആ ഭാര്യ ആ ഒന്നാം ഭർത്താവിലേക്ക് ഏൽപ്പിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, എന്നാൽ ഇങ്ങനെ ഏൽപ്പിക്കപ്പെടുന്നത് വരെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒന്നാമത്തെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന് തൻ്റെ ഭാര്യയിൽ നിന്നുള്ള ഹക്ക് നഷ്ടപ്പെടുകയാണ്, അല്ലേ? സത്യത്തിൽ ആ ഭാര്യ എന്തു ചെയ്യാൻ പാടില്ലായിരുന്നു? അവൾ ഇദ്ദയുടെ അവസരത്തിൽ ആ ഭർത്താവ് അവളെ തിരിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ രണ്ടാമതൊരു നിക്കാഹിന് അവൾ സമ്മതിക്കാൻ പാടില്ലായിരുന്നു, അല്ലേ? അപ്പോൾ അവൾ ഇനി എന്തു ചെയ്യണം? വഅഅ്തതു വുജൂബൻ അൽ അവ്വല ഖബ്ല ബൈനൂനതിഹ. ഓക്കെ, വഅഅ്തതു വുജൂബൻ, അവൾ നിർബന്ധമായിട്ടും നൽകേണ്ടതാണ് അൽ അവ്വല, ഒന്നാമത്തെ ഭർത്താവിന് നൽകേണ്ടതാണ്. ഖബ്ല ബൈനൂനതിഹ, അവൾ രണ്ടാമത്തെ ഭർത്താവിൽ നിന്നും ബായിനത്താകുന്നതിന് മുമ്പ്. ഓക്കെ, അവളിപ്പോൾ രണ്ടാമത്തെ ഭർത്താവിൻ്റെ ഭാര്യയാണ്. സത്യത്തിൽ അവൾ ആ ഒരു നിക്കാഹ് കഴിക്കാൻ പാടില്ലായിരുന്നു. കാരണം അവളുടെ വാദപ്രകാരം തന്നെ, അവളുടെ ഇഖ്റാർ പ്രകാരം തന്നെ അവളെ ഒന്നാമത്തെ ഭർത്താവ് ഇദ്ദയുടെ കാലത്തിൽ തന്നെ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഭർത്താവിൽ നിന്നും ബായിനത്താകുന്നതിന് മുമ്പ് അവൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ ഭർത്താവിന് നൽകേണ്ടതാണ് മഹ്റുൽ മിസ്ലി, മഹ്റുൽ മിസ്ലി നൽകേണ്ടതാണ്. ലിൽ ഹൈലൂലത്തി സ്വാദിറത്തി മിൻഹ ബൈനഹു വ ബൈന ഹഖ്ഖിഹി. ഓക്കെ, ലിൽ ഹൈലൂലത്തി, മറയുണ്ടായത് കാരണത്താൽ, അസ്വാദിറത്തി മിൻഹ, അവളിൽ നിന്നും ഉണ്ടായിട്ടുള്ള മറ ഉണ്ടായത് കാരണത്താൽ, ബൈനഹു വ ബൈന ഹഖ്ഖിഹി. ഓക്കെ, ആ ഒന്നാം ഭർത്താവിൻ്റെയും അവൻ്റെ ഹക്കിൻ്റെയും ഇടയിൽ, അതായത് അവൾ ഇപ്പോൾ രണ്ടാമതൊരു നിക്കാഹ് ചെയ്തതുകൊണ്ട് അവളുടെ ഒന്നാം ഭർത്താവിൻ്റെയും അവളുടെ ഹക്കായിട്ടുള്ള അവളുടെയും ഇടയിൽ അവൾ എന്ത് ചെയ്തു? ഒരു ഹൈലൂലത്തുണ്ടാക്കി. അതിന് പകരം എന്നുള്ള രീതിയിൽ ആ സ്ത്രീ ഒന്നാം ഭർത്താവിന് മഹ്റുൽ മിസ്ലി നൽകേണ്ടതാണ്. ഓക്കെ, അത് എത്രത്തോളമാണ്? ഹത്ത, അങ്ങനെ ലൗസാല, ആ ഹൈലൂലത്ത് നീങ്ങിപ്പോവുകയാണ് എങ്കിൽ, അതായത് അവൾ ബായിനത്തായിട്ട് മാറി പിന്നീട് അവൾ ഒന്നാമത്തെ ഭർത്താവിൻ്റെ തന്നെ ഭാര്യയാവുകയാണ് എങ്കിൽ, അഖദത്തിൽ മഹ്റ, അവൾ ആ കൊടുത്ത മഹ്റുൽ മിസ്ലി തന്നെ തിരിച്ചു വാങ്ങാവുന്നതാണ്. ലിർത്തിഫാഇൽ ഹൈലൂലത്തി, കാരണം അതോടുകൂടെ ആ ഹൈലൂലത്ത് നീങ്ങിപ്പോയിട്ടുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ.
നമ്മൾ ഇതുവരെ പറഞ്ഞ മസ്അല, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി പിന്നീട് അവൾ മറ്റൊരു ഭർത്താവുമായിട്ട് പുലുകിയതിന് ശേഷം അവളുടെ ഇദ്ദയുടെ അവസരത്തിൽ തന്നെ ഞാൻ അവളെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വാദവുമായി വരുന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഈ ഭർത്താവ് പറയുന്നത് ഞാൻ അവളെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല എന്നാണ്. എന്നാൽ അവിടെ സ്ത്രീ പറയുന്നത് എന്താണ്? എന്നെ ഇവൻ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്, അതിനുള്ള എൻ്റെ ഇദ്ദയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് നിക്കാഹിൽ ഏർപ്പെട്ടത് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇനി അടുത്തത് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. വലൗ തസവ്വജത് ഇംറഅത്തുൻ, ഒരു സ്ത്രീ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ കാനത്ത് ഫി ഹയാലത്തി സൗജിൻ, അവൾ ആ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഓക്കെ, ബി അൻ സബത ദാലിക, അതെങ്ങനെയാണ്? ബി അൻ സബത ദാലിക, അവൾ അവൻ്റെ ഭാര്യയാണ് എന്ന്, അവൾ അവൻ്റെ കീഴിലാണ് എന്ന് സ്ഥിരപ്പെടുന്നത് കൊണ്ട്. അത് എങ്ങനെയുമാകാം, അത് ബയ്യിനത്ത് കൊണ്ടു തന്നെ ആകണമെന്നില്ല. വലോബി ഇഖ്റാറിഹാ ബിഹി, അവൾ ആ കാര്യം ഇഖ്റാർ നടത്തിയാൽ തന്നെ മതി. ഖബ്ല നിക്കാഹി സാനി, രണ്ടാമത്തെ ഭർത്താവുമായിട്ട് നിക്കാഹിൽ ഏർപ്പെടുന്നതിന് മുമ്പ്. ഓക്കെ, അതായത് സെയ്ദ് ആയിഷയെ വിവാഹം കഴിച്ചിരുന്നു, അങ്ങനെ ആ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ബയ്യിനത്തുണ്ട്, അല്ലെങ്കിൽ അവൾ തന്നെ, ആയിഷ തന്നെ അത് സമ്മതിച്ചിട്ടുമുള്ളതാണ്. പിന്നീട് അവൾ എന്ത് ചെയ്യുന്നു? അംറുവായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നു. ഈ അവസരത്തിൽ ഫദ്ദഅ അലൈഹൽ അവ്വലു, അപ്പോൾ അവൾക്കെതിരെയായിട്ട് ഒന്നാമത്തെ ഭർത്താവ്, അതായത് സെയ്ദ് വാദിക്കുന്നു ബഖാ നിക്കാഹിഹി, അവൻ്റെ നിക്കാഹ് ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. വ അന്നഹു ലം യുതല്ലിഖഹ, അവൻ അവളെ ഇതുവരെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല എന്ന് സെയ്ദ് വാദിക്കുകയാണ്. എന്നാൽ വഹിയ തദ്ദഇ, എന്നാൽ ആയിഷ വാദിക്കുന്നത് എന്താണ്? അന്നഹു ത്വല്ലഖഹ, ഒന്നാമത്തെ ഭർത്താവായ സെയ്ദ് അവളെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നും വൻഖദത് ഇദ്ദതുഹാ മിൻഹു, സെയ്ദിൽ നിന്നുള്ള അവളുടെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ്. ഖബ്ല അൻ തൻകിഹ സാനി, രണ്ടാമത്തെ ഭർത്താവായ അംറുമായിട്ട് അവൾ നിക്കാഹിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ സെയ്ദനെ ത്വലാഖ് ചൊല്ലി അതിൻ്റെ ഇദ്ദയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അംറുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ആ ഭാര്യയും വാദിക്കുകയാണ്. എന്നാൽ വലാ ബയ്യിനത ബി ത്വലാഖ്, എന്നാൽ അവൾ വാദിക്കുന്ന സെയ്ദ് തന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളതിനൊരു ബയ്യിനത്തും ഇല്ല. ഈ അവസരത്തിൽ ഫഹലഫ, അപ്പോൾ ഒന്നാമത്തെ ഭർത്താവ് സത്യം ചെയ്ത് പറഞ്ഞു, സെയ്ദ് സത്യം ചെയ്ത് പറഞ്ഞു, അന്നഹു ലം യുതല്ലിഖഹ, അവൻ എന്ത് ചെയ്തിട്ടില്ല? ആയിഷയെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അഖദഹ മിനസ്സാനി, അവൻ അവളെ രണ്ടാമത്തെ ഭർത്താവിൽ നിന്നും പിടിക്കേണ്ടതാണ്. അതായത് അവൾ ഇപ്പോഴും സെയ്ദിൻ്റെ തന്നെ ഭാര്യയാണ് എന്നർത്ഥം. കാരണം ലി അന്നഹ അഖറത്ത് ലഹു ബിസൗജിയത്തി, കാരണം ആ സ്ത്രീ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവന് സൗജിയത്ത് എന്നുള്ള രൂപത്തിൽ ഇഖ്റാർ നടത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ ഭർത്താവുമായിട്ട് അവൾ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൾ ഇഖ്റാർ നടത്തിയിട്ടുണ്ട്. എന്ത്? അവൾ സെയ്ദിൻ്റെ ഭാര്യയാണ് എന്ന്. വഹുവ ഇഖ്റാറുൻ സഹീഹുൻ, ആ ഒരു ഇഖ്റാർ എന്നുള്ളത് സഹീഹ് ആയിട്ടുള്ള ഇഖ്റാറാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് അംറുമായിട്ടുള്ള അവളുടെ ബന്ധം ശരിയല്ല, മറിച്ച് അവൾ ഇപ്പോഴും സെയ്ദിൻ്റെ ഭാര്യ തന്നെയാണ്. കാരണം ഇതിലം യത്തഫിഖ അല ത്വലാഖി, അവർ രണ്ടുപേരും ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ പോലും മുത്തഫിഖാകുന്നില്ല, യോജിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇതിവിടെ പ്രത്യേകം പറയാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മസ്അലയിൽ പറഞ്ഞിരുന്നുവെന്ത്? രണ്ടാമത്തെ ഭർത്താവിൻ്റെ ഹക്ക് അവളുമായിട്ടുള്ളതിനാൽ തന്നെ സെയ്ദ് അവളെ തിരിച്ചെടുക്കാൻ പാടില്ല എന്ന്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിരുന്നത് എപ്പോഴായിരുന്നു? രണ്ടുപേരും, ആദ്യത്തെ ഭർത്താവും ഭാര്യയും ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ യോജിക്കുന്ന അവസരത്തിലായിരുന്നു. എന്നാൽ ഇവിടെ അംറിൻ്റെ ഹക്ക് തന്നെ നമ്മൾ പരിഗണിക്കാതെ അവളെ പിടിച്ചുകൊണ്ടുവരാൻ സെയ്ദിന് അവകാശമുണ്ട് എന്ന് പറയാനുള്ള കാരണമാണ് ഇതിലം യത്തഫിഖ അല ത്വലാഖ് എന്ന് പറഞ്ഞത്. ഓക്കെ.